എത്രയും സ്നേഹമുള്ളവരെ, മലയാള കലാ സാഹിത്യ സമിതിയും പുനലൂർ ബാലൻ സ്മാരക മുനിസിപ്പൽ ലൈബ്രറിയും സംയുക്തമായിട്ട് നടത്തുന്ന 58 ദിന പുസ്തക ദിന നിരൂപണ പരിപാടിയിലേക്ക് ഏവരെയും സഹർഷം സ്വാഗതം ചെയ്യുന്നു. ഇന്നിവിടെ നിരൂപണം ചെയ്യുന്ന പുസ്തകം നരേന്ദ്രപ്രസാദ് പ്രൊഫസർ അലിയാറാണ് ഈ പുസ്തകം രചിച്ചിരിക്കുന്നത്. നേരിട്ട് വിഷയത്തിലേക്ക് പ്രവേശിക്കുന്നു. 1946 ഡിസംബർ 26 ജനിച്ച നരേന്ദ്രപ്രസാദ് 2003 നവംബർ 3 57 വയസ്സിൽ മരിക്കുമ്പോൾ ഏകദേശം 2 നോവലുകളും 10ഓളം നാടകങ്ങളും അതുപോലെ സംബന്ധിച്ചോടെല്ലാം 114 സിനിമകൾ നിർമ്മിച്ചിട്ടുണ്ട്. ചെറുപ്രായത്തിൽ തന്നെ അദ്ദേഹം കഥകളും കവിതകളിലും വല്ലാത്തൊരു ഉത്സാഹമുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ കോളേജ് വിദ്യാഭ്യാസത്തിൽ അദ്ദേഹം നാടകത്തിലോട് ചേരുന്നു. നാടകത്തിനോട് ഒരു അഭിനിവേശം കാണിച്ചിരുന്നു. മാത്രമല്ല ഈ നാടകമാണ് അദ്ദേഹത്തെ, നാടകം എന്ന് പറയുന്ന തുടക്കത്തിലെ അദ്ദേഹത്തിന് വലിയ താല്പര്യം ഉണ്ടായിരുന്നില്ല. ഒരു വടക്കേന്ത്യയിലുള്ള ഒരു ക്യാമ്പിൽ വെച്ചാണ് അദ്ദേഹം നാടകത്തിനോട് പ്രത്യേക ഒരു അഭിനിവേശം തുടങ്ങിയത്. പിന്നെ അദ്ദേഹം PhD ഒക്കെ നേടി ഒരു പ്രൊഫസറായി ജോലിയൊക്കെ കിട്ടിക്കഴിഞ്ഞതിന് ശേഷം യൂണിവേഴ്സിറ്റി കോളേജ്, പന്ത്രണ്ട് കോളേജ് ഇവിടെയൊക്കെ അദ്ദേഹത്തിൻ്റെ ജോലിയൊക്കെ നേടുമ്പോൾ പ്രത്യേകിച്ചും നാടകം സംവിധാനം ചെയ്തിരുന്നു. പൻവൽ അലിയൊക്കെ അദ്ദേഹത്തിന് പ്രത്യേകിച്ചും നരേന്ദ്രപ്രസാദിൻ്റെ ശിഷ്യന്മാരായിരുന്നു വിശേഷിക്കണം. ഇന്ത്യൻ നമ്മുടെ സിനിമാ നടൻ മുരളിയെ അഭിനയം പഠിപ്പിച്ചതും സിനിമയിലേക്ക് ഹരിശ്രീ കുറിച്ചതും അല്ലെ നരേന്ദ്രപ്രസാദ് ആയിരുന്നു എന്നുള്ള കാര്യം വിശേഷിക്കാം. നരേന്ദ്രപ്രസാദ് എന്ന് പറയുന്നത് ഒരു സിനിമാടം മാത്രമല്ല, 114 സിനിമകളിൽ മാത്രമല്ല, അദ്ദേഹം ഒരു ഡബ്ബിംഗ് ആർട്ടിസ്റ്റാണ്. അദ്ദേഹം ഒരു എന്തൊക്കെ പറഞ്ഞത് നാടക രചയിതാവാണ്, ഒരു നാടക നടനാണ്. അതുപോലെ സംബന്ധിച്ചിടത്തോളം ഒരു നല്ലൊരു പ്രഭാഷകനാണ്. ഒട്ടേറെ സ്ഥലങ്ങളിൽ പ്രഭാഷണം നടത്തും. 2 മണിക്കൂറൊക്കെ ഒരു പ്രഭാഷണം നടത്താനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം എന്ന് പറഞ്ഞാൽ മറ്റുള്ളവൻ്റെ ദുഃഖങ്ങളും വേദനകളും അറിയുന്നില്ല. പക്ഷേ എല്ലാവരുമായിട്ട് മനസ്സ് തുറന്ന് സംസാരിക്കാനും സഹകരിക്കാനും അതുപോലെ സംബന്ധിച്ചിടത്തോളം തന്നെ എതിർക്കപ്പെടുന്ന ഒരു വ്യക്തികളോട് പോലും കൂട്ടുകൂടാനായിട്ട് അദ്ദേഹം കാണിച്ച ഒരു മനസ്സ് കണ്ടു. കാരണം BP പ്രസാദ് എന്ന് പറയുന്ന ഒരു എഴുത്തുകാരനായിട്ട് കലഹിച്ചിരുന്നു. കാരണം അദ്ദേഹത്തെ വലുതാക്കിയ നരേന്ദ്രപ്രസാദാണെങ്കിലും നരേന്ദ്രപ്രസാദായിട്ട് കലഹിച്ചിരുന്നു. ഈ പറയുന്ന ഭരത് മുരളി, നടൻ മുരളി പോലും ഒരു കാലത്ത് എന്തൊക്കെ പറഞ്ഞാൽ നരേന്ദ്രപ്രസാദ് ശിഷ്യന് ഗുരു തന്നെയായിരുന്നു. പക്ഷേ അഭിപ്രായ വ്യത്യാസങ്ങൾ പോലും മുരളി പോലും ഇദ്ദേഹത്തെ കാണുമ്പോൾ ഒന്ന് പുറകെ മാറി നിന്നു എന്നുള്ളത് വലിയൊരു ചരിത്ര യാഥാർത്ഥ്യമാണ്. ഇതേ മുരളി തന്നെയാണ്, അതായത് നരേന്ദ്രപ്രസാദ് മരിച്ചപ്പോൾ പൊട്ടിക്കരഞ്ഞതും അദ്ദേഹത്തിൻ്റെ ഭൗതിക ശരീരത്തിൻ്റെ കൂടെ അനുഗമിച്ചതും അദ്ദേഹത്തെ സംസ്കാരം നടക്കുന്ന സമയത്ത് ഒരു ഭ്രാന്തനെ പോലെ അലമുറയിട്ട് കരഞ്ഞതും എല്ലാം നരേന്ദ്രപ്രസാദ് എന്ന് പറയുന്ന ഒരു വ്യക്തി അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലെ അദ്ദേഹത്തിൻ്റെ കഴിവുകളും അദ്ദേഹം നൽകിയിട്ടുള്ള സ്നേഹങ്ങളും വായിക്കോരിയൊക്കെ നൽകിയത് വലിയ വിശേഷിപ്പിക്കില്ല. പ്രത്യേകിച്ചും ഒരു ഉത്സവമേളം എന്ന് പറഞ്ഞ ഒരു സിനിമയിലൂടെയാണ് അദ്ദേഹത്തിൻ്റെ ഒരു എന്നൊക്കെ പറഞ്ഞാൽ ഒരു പ്രതിനായക സ്വഭാവമാണ്. തലസ്ഥാനത്തിലെയും അതുപോലെ തലസ്ഥാനത്തിലേക്ക് എത്തിയപ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രതിനായക സ്വഭാവത്തിന് ഇത് കണ്ടായി. 6-ാം തമ്പുരാനിലെ വില്ലൻ വേഷമൊക്കെ നമുക്കൊരിക്കലും മറക്കാൻ പറ്റില്ല. ഏകലവിലിൻ്റെ ആ കള്ളസ്വാമിയുടെ ആ ഒരു പ്രൗര്യമൊക്കെ പ്രത്യേകിച്ച് നമ്മുടെ സിനിമകളിൽ അദ്ദേഹത്തിന് വില്ലൻ വേഷം ഇതായിരുന്നു. അദ്ദേഹത്തിന് ഒരു എന്താ പറഞ്ഞാൽ ഒരു നായകനായിട്ട് അഭിനയിക്കുന്നത് ശരീരപടവോ അല്ലെങ്കിൽ ഒരു നൃത്തം ചെയ്യാനുള്ള കഴിവൊന്നും ഉണ്ടായിരിക്കില്ല. തൻ്റെ ശബ്ദം കൊണ്ടും തൻ്റെ ഭാവചലനങ്ങളെ കൊണ്ടും ഒരു മഹാനടൻ്റെ തന്നെ ചെയ്യും. കാരണം അദ്ദേഹം നാടകത്തിലൂടെയാണ് സിനിമ എത്തിയത്. ഏകദേശം അദ്ദേഹത്തിൻ്റെ തൊണ്ടയിൽ ക്യാൻസർ വന്നാണ് അദ്ദേഹം മരിക്കുന്നതെങ്കിൽ പോലും 57-ാം വയസ്സിൽ അദ്ദേഹം വലിയ പണം സമ്പാദിച്ചില്ലെങ്കിലും നമ്മുടെ സാഹിത്യ ലോകത്തും സിനിമാ ലോകത്തും ഒരുപാട് അനശ്വരമായിട്ടുള്ള സംഭാവനകൾ ചെയ്യാൻ നരേന്ദ്രപ്രസാദിന് പറ്റി എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയൊരു ഗുണമേന്മ. പ്രത്യേകിച്ച് മാവേലിക്കര ജനിച്ച, ഊണാട്ടുകരയിൽ ജനിച്ച ഒരു വ്യക്തികളും നിസ്സാരക്കാരായിട്ടില്ല. പ്രത്യേകിച്ച് ഊണാട്ടുകരയുടെ മാവേലിക്കരയുടെ ഒരു അനശ്വരമായൊരു സംഭാവന തന്നെയാണ് നരേന്ദ്രപ്രസാദ് എന്നോർപ്പിച്ചുകൊണ്ട് ഈ പുസ്തകം നിരൂപണ പരിപാടി നമുക്ക് ഈ പുസ്തകത്തിൽ 1-2 ചില വസ്തുതകൾ എടുത്ത് പറഞ്ഞു വായിച്ചുകൊണ്ട് നമുക്ക് ഈ പരിപാടി അവസാനിപ്പിക്കാം. ഈ ഭാഗം ഡബ് ചെയ്ത് കഴിഞ്ഞിട്ട് പ്രസാദ് നിർത്തി. തൊണ്ടയ്ക്ക് ചെറിയൊരു പ്രശ്നം, കഫക്കെട്ടാണ്, ബാക്കി നാളെ ചെയ്യാം. പിറ്റേ ദിവസം കൃത്യമായി ഒന്ന് ബാക്കി കൂടെ ചെയ്തു തീർത്തു. നിർമ്മാതാവ് പ്രതിഫലം മുഴുവൻ ഉടനെ തന്നെ കൊടുത്തു. അതിൽ നിന്ന് ഒരു സംഖ്യ അദ്ദേഹം തിരികെ നൽകിയിട്ട് പറഞ്ഞു, നിങ്ങൾക്ക് 2 പെൺമക്കളല്ലേ, സ്വന്തമായി വീടും വെച്ചിട്ടില്ല, ഇത് വെച്ചോളൂ. പിന്നീടാണ് ആശുപത്രിയെ അഭയം പ്രാപിക്കുന്നത്. അത് അവസാനമായി പ്രസാദ് ഡബ് ചെയ്ത ചിത്രത്തിലെ സംഭാഷണം വല്ലാത്തൊരു യാദൃച്ഛയായി. അപ്പോൾ നിങ്ങളെല്ലാവരും പുസ്തകം നിരൂപണ പരിപാടി കാണണം, വിലയിരുത്തണം എന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ വിളിച്ചെടുക്കുന്നു. നന്ദി, നമസ്കാരം.